പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം ഏപ്രിൽ 9 വ്യാഴാഴ്ച നിയമസഭ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ വോട്ട് ചെയ്യാൻ പോകണ്ടേ? അപ്പോൾ ആരൊക്കെ വോട്ട് ചെയ്തെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വോട്ട് ചെയ്യാൻ പോവാം. അതിനായിട്ട് മുന്നേ കുളിച്ച് നനച്ചിട്ടൊക്കെ പോവാം. ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ പോകണ്ടേ. അപ്പോൾ വോട്ട് ചെയ്യാൻ പോയിട്ട് അതൊക്കെ വിശേഷം വേണം. അപ്പോൾ വോട്ട് ചെയ്യാൻ പോയാലോ? അപ്പോൾ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കോൺഗ്രസ്സിന് രാജൻ കെ പല്ലൻ. ആൾ മുൻ മേയർ അങ്ങോട്ടായിരുന്നു, ഇപ്പോഴത്തെ വർഷം എനിക്ക് ഓർമ്മയില്ല. പിന്നെ NDA BJP സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. പിന്നെ LDFന് ആലങ്ങോട്ട് ലീലാകൃഷ്ണൻ. അങ്ങനെ 3 പേരാണ്. ഇനി സ്വതന്ത്രം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ വോട്ട് ചെയ്യാം. നല്ല വെയിലാണ്. രാവിലെ പോകാമെന്ന് വെച്ചു, പക്ഷേ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മളത് ഉച്ചയ്ക്ക് മാറ്റി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ബൂത്ത് വന്നത്. കാരണം 100 മീറ്റർ പരിധിയുള്ളൂ ബൂത്തും നമ്മുടെ വീട് തമ്മിൽ. ബൂത്ത് 100 മീറ്റർ പരിധിയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാൻ പോയല്ലോ. അപ്പോൾ ID പ്രൂഫായിട്ട് വോട്ടർ ID പിന്നെ സ്ലിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ പോയി വോട്ട് ചെയ്തിട്ട് വരാം. എൻ്റെ 2ാമത്തെ നിയമസഭ വോട്ടാട്ടോ ഇവിടത്തെ. അപ്പോൾ ഇനി പോകുന്ന വഴി കാണിക്കാം. നീല പെയിൻ്റ് അടിച്ചാണ് കോൺഗ്രസിൻ്റെ ഈ അണിയറ പ്രവർത്തകർ ഇരിക്കുന്നത്. ഈ മഞ്ഞ പെയിൻ്റ് അടിച്ചാണ് നമ്മുടെ LDFകാർ ഇരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ബൂത്തും നമ്മുടെ വീടും തമ്മിൽ ഒരു 100 മീറ്റർ മാത്രം വ്യത്യാസമുള്ളൂ കേട്ടോ. ഇതാണ് എൻ്റെ വീടിൻ്റെ പരിസരം. ആകെ കാട് മൂടി എടുത്ത കാടല്ല, പാടമാണ്. കൃഷിയൊന്നുമില്ലാത്ത കേട്ടോ. എൻ്റെ സൈഡിൽ കണ്ട, റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കോർപ്പറേഷൻകാരാണ്. ഇത് കോർപ്പറേഷൻ ഏരിയ ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിലും എല്ലായിടത്തും ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ നല്ല രസമുണ്ടല്ലേ. ഇവിടെ ഈ വാർഡിൽ ജയിച്ചിരിക്കുന്നത് UDF ആണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഈ വർഷം UDF തന്നെയാണ് ചെയർ എടുത്തത്. നല്ല വെയിലാണ് കേട്ടോ. തിരിഞ്ഞാന്ന് അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ എൻ്റെ ഒരു വാലുണ്ട്. ഇവിടെ ഒരു ഉണ്ണി ഉറങ്ങാണ് കേട്ടോ. ഇനി മഞ്ഞ പെയിൻ്റ് അടിച്ചത് എൻ്റെ വീട് ഇനി ബൂത്തിലേക്ക് നടക്കണം കേട്ടോ. അത്ര അടുത്താണ് കേട്ടോ. ഇവിടെ നിന്ന് നിന്നെ ആരെങ്കിലും നോക്കൂ? കട്ടെടുത്തോണ്ടായാലും പിന്നെ മുകേഷിനോട് ഞാൻ സമാധാനം പറയേണ്ടി വരും. ഉള്ളിൽ വരികയാണ് ഗൈസ്. അപ്പോൾ വോട്ട് ചെയ്താച്ച് വോട്ട് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഒരു വട്ടം വന്ന് തിരിച്ച് ഞാൻ പോയതാണ്, കാരണം ഉണ്ണി കരഞ്ഞു. അപ്പോൾ തിരിച്ച് പോയി. അപ്പോൾ പിന്നെയും 2ാമത്തെ വട്ടം വന്നു വോട്ട് ചെയ്തേക്കാണ്. അപ്പോൾ വിജയിക്കുന്ന ആരായാലും നാടിനും നാട്ടുകാർക്കും നല്ലത് മാത്രം ചെയ്യുക, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക, കാഴ്ചവെക്കുക. അപ്പോൾ വോട്ട് ചെയ്തു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റ, ബൈ.